നമസ്കാരം. IPL ടൂർണമെന്റിന്റെ 18ാം എഡിഷനാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2 മാസത്തിലേറെ നീളമുള്ള ഈ ഒരു ക്രിക്കറ്റ് കാർണിവലിൽ 10 ഫ്രാഞ്ചൈസികളാണ് കിരീടത്തിന് വേണ്ടി പോരാടിക്കുക. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ IPL സീസണുകളിൽ ഒന്നുകൂടിയായിട്ട് ഇതിനെ കണക്കാക്കാം. ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ചില ചോദ്യങ്ങൾക്കും ഇത്തവണ ഉത്തരം ലഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ സീസണിൽ ശ്രദ്ധിക്കേണ്ട 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ICCയുടെ അടുത്ത T20 ലോകകപ്പിന് ഇനി വെറും 11 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ടൂർണമെന്റിനുള്ള കൗണ്ട് ഡൗൺ ആയിട്ട് കൂടിയാണ് ഈ IPL കണക്കാക്കുന്നത്. മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ഇതിഹാസ താരം വിരാട് കോഹ്ലി, സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എന്നിവരൊന്നുമില്ലാതെയാണ് സ്വന്തം നാട്ടിൽ നടക്കാനിരിക്കുന്ന അടുത്ത T20 ലോകകപ്പിൽ നിലവിലെ ജേതാക്കളായ ഇന്ത്യ ഇറങ്ങുക. 2024 അടുത്ത T20 ലോകകപ്പ് നേട്ടത്തിനും പിന്നാലെ 3 പേരും ഈ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു. മൂവരുടെയും അഭാവത്തിൽ അടുത്ത ടൂർണമെന്റിനുള്ള ടീമിനെ തയ്യാറാക്കി നിർത്തുകയെന്ന വലിയ ദൗത്യമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ടീമിൽ ആരൊക്കെ വേണമെന്ന കാര്യത്തിൽ ഈ IPL കഴിയുന്നതോടെ ഇന്ത്യക്ക് ഉത്തരം ലഭിച്ചേക്കുമെന്നും അറിയുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുൻ ക്യാപ്റ്റനായ MS ധോണിയുടെ വിരമിക്കൽ സീസണായും ഈ ഒരു IPL സീസൺ മാറിയേക്കുമെന്നുള്ള വിവരങ്ങളുണ്ട്. നിലവിൽ ഇതേക്കുറിച്ച് 43-കാരനായ അദ്ദേഹം ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിലും വീണ്ടും ഒരു സീസൺ കൂടി കളിക്കാനുള്ള സാധ്യത ധോണിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. സമീപകാലത്ത് പരിക്കുകൾ ധോണിയെ വല്ലാതെ വേട്ടയാടുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ച് തിരിച്ചുവരവുകളുടെ സീസൺ കൂടിയായിരിക്കും ഇത്തവണത്തെ IPL എന്ന കാര്യത്തിൽ തർക്കമില്ല. കൂവലുകളും അധിക്ഷേപങ്ങളും നേരിട്ട മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ അവരുടെ ഇഷ്ടം തിരികെ നേടി തിരിച്ചു വരാൻ പോവുകയാണ്. ദേശീയ ടീമിൽ സ്ഥാനം നഷ്ടമായ ഇഷാൻ കിഷനും മുഹമ്മദ് സിറാജും എല്ലാം വ്യത്യസ്ത ഫോർമാറ്റുകളിലൊപ്പം തന്നെ ഈ IPL തിരിച്ചുവരവ് നടത്തുകയാണ്. അവരുടെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റ് കൂടി തന്നെയായിരിക്കും ഇത്. ഇന്ത്യക്ക് വേണ്ടി നായകൻ രോഹിത് ശർമ്മയ്ക്ക് വീണ്ടും ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കാനാകുമോ എന്ന് തീരുമാനിക്കുക ഈ IPL ആയിരിക്കും. ടെസ്റ്റിൽ സമീപകാലത്ത് വളരെ മോശം ഫോമിലൂടെയാണ് ഹിറ്റ്മാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജൂണിൽ ഇംഗ്ലണ്ടുമായുള്ള 5 ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇനി ഇന്ത്യ കളിക്കാനിരിക്കുന്നത്. ഇതിൽ രോഹിത് ശർമ്മ ഉണ്ടാകുമോ ഇല്ലയോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഈ IPL തന്നെ ലഭിച്ചേക്കാം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ പ്രശസ്തമായ ഈ സാല കപ്പ് നംദേ എന്ന പ്രയോഗം ഇത്തവണയും ഉണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാക്കുക എന്ന വലിയ ശ്രമകരമായ ഒരു ജോലിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിട്ടുള്ളത്. IPL ഈ സീസണിലെങ്കിലും ഒരു ഇന്നിംഗ്സിൽ 300 റൺസ് എന്ന മാന്ത്രിക സംഖ്യ പിറക്കുമോ എന്നും ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഇമ്പാക്ട് പ്ലെയർ നിയമം നിലവിൽ വന്നത് മുതൽ ഇതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. T20 ഇതിനകം ചില ടീമുകൾ 300 റൺസ് നേടി റെക്കോർഡിട്ടെങ്കിലും IPL ചരിത്രത്തിൽ ഒരിക്കലും ഇതുവരെയും സംഭവിച്ചിട്ടില്ല. IPL നിയമങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഈ സീസണിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം. ചില പുതിയ നിയമങ്ങൾ ഇത്തവണ BCCI നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ ഒന്നാണ് ബോളർമാർക്ക് ഉമിനീർ ഉപയോഗിച്ച് ബോളിന്റെ തിളക്കം കൂട്ടാൻ അനുമതി നൽകിയിരിക്കുന്നു എന്നത്. 2022 ICC ഉമിനീര് ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതാണ് ഇപ്പോൾ IPL എടുത്തു കളഞ്ഞിരിക്കുന്നത്. ബൗളർമാർക്ക് തീർച്ചയായും ഇത് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാത്രിയിലെ മത്സരങ്ങളിൽ 2ാമത്തെ ഇന്നിംഗ്സിൽ 11ാം ഓവറിന് ശേഷം പുതിയ ബോൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയെന്നാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം. വൈഡുകളുടെയും നോ ബോളുകളുടെയും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇനി അമ്പയർമാർക്ക് ഹോക്കായി ബോൾ ട്രാക്കിംഗ് സംവിധാനങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. ഫ്രാഞ്ചൈസികളുമായുള്ള കരാർ പ്രകാരം ലഭിക്കുന്ന തുക കൂടാതെ ഈ സീസണിൽ ഓരോ മത്സരത്തിലും മാച്ച് ഫീ ആയി 7.5 ലക്ഷം രൂപ കളിക്കാർക്ക് ലഭിക്കുമെന്നതും നേട്ടമാണ്. ഒരുപാട് പുതിയ നായകരെ വിവിധ ടീമുകൾക്കൊപ്പം ഈ IPL സീസണിൽ കാണാൻ സാധിക്കും. രജത് പാട്ടീദാർ, അജിൻക്യ രഹാന, അക്ഷർ പട്ടേൽ എന്നിവരെല്ലാം തന്നെ ഇത്തവണ വിവിധ ടീമുകളുടെ നായകസ്ഥാനത്തുമുണ്ട്. തിരക്കേറിയ യാത്രകളുമുണ്ട്. അതുപോലെ തന്നെ IPL ഈ 2.5 മാസത്തിനിടെ 10 ഫ്രാഞ്ചൈസികൾക്കും ഒരു വേദിയിൽ നിന്നും അടുത്ത വേദിയിലേക്ക് നിരന്തരം യാത്രകൾ ആവശ്യമുണ്ട്. 13 വേദികളിലായിട്ടാണ് ഇത്തവണത്തെ മത്സരങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 1,24,000 കിലോമീറ്ററിന് മുകളിൽ ടീമുകൾക്ക് ഈ സീസണിൽ യാത്ര ചെയ്യേണ്ടി വരുമെന്ന് ചുരുക്കം. 19,000 കിലോമീറ്ററുള്ള RCBക്കാണ് ഇത്തവണ ഏറ്റവും അധികം യാത്ര ചെയ്യേണ്ടതായി വരിക. അതേസമയം 8,536 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വരുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമാണ് ഏറ്റവും കുറവ് യാത്ര നടത്തേണ്ടി വരുന്നത്.